അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത് 6 പേർ. ജഗദീഷ്, ശ്വേതാ മേനൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത്. അതേസമയം ജോയ് മാത്യുവിന്റെ പത്രിക തള്ളി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയാണവർ? അതുപോലെ ജോയ് മാത്യുവിന്റെ പത്രിക അതെന്തുകൊണ്ട് തള്ളി? അമൃത, ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിട്ടുണ്ട്. അതായത് പേരിൽ ചെറിയ പ്രശ്നം കാരണമാണ് ഇത്തരത്തിൽ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു ജോയ് മാത്യു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയപ്പോൾ ബാക്കി 6 പേർ, നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയ 6 പേരാണുള്ളത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണിവർ. ഇവർ ഒരാൾ തന്നെ പല പോസ്റ്റുകളിലേക്ക്, ഇപ്പോൾ ജയൻ ചേർത്തല അടക്കമുള്ള ആളുകൾ പല പോസ്റ്റുകളിലേക്ക് അടക്കം ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. മറ്റ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്ന് ആണ് അറിയാൻ സാധിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. ഒപ്പം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. 6 പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഭരണസമിതി അംഗങ്ങൾ, അതായത് ആരോപണ വിധേയരായിട്ടുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് മത്സരിക്കാൻ അവരെ അനുവദിക്കാനാകില്ല എന്ന് ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉള്ള ആളുകൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. പക്ഷേ ബാബുരാജ് അടക്കമുള്ള ആളുകൾ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മത്സര രംഗത്ത് ഉണ്ട്. അത് ചെറിയ രീതിയിൽ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് അറിയുന്നു. ഇന്ന് നിരവധി ആളുകൾ പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കണമെന്ന ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. എങ്കിലും നിലവിൽ നാമനിർദ്ദേശ പത്രികകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ സൂക്ഷ്മ പരിശോധന നടന്നു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ ആരൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമാവുകയുള്ളൂ. അതിന് 30-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് ഒരു പോസ്റ്റിലേക്ക് ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ, ഒരു പോസ്റ്റിലേക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.